അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ കരാറ് പുതുക്കുന്ന വഴിയാണ്. അപ്പോൾ ഈ കരാറ് പുതുക്കുക എന്ന് പറഞ്ഞാൽ ആലം അറിവിൽ വെച്ചിട്ടുണ്ടായിരുന്ന റൂഹി ഇന്ന് നമ്മുടെ തള്ളയുടെ വയറ്റിൽ വന്ന് 6 മാസം 10 മാസം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് ദുനിയാവിൽ വന്ന് ഇപ്പം നമ്മുടെ തടിയുമുണ്ട്. അപ്പോൾ ഈ റൂഹ് ഇവിടുന്ന് കരാറ് പുതുക്കണം. അതെങ്ങനെ പുതുക്കണം? അത് കാമിലായ ശേഖന്മാരിൽ നിന്ന് തന്നെ പുതുക്കണം. അതല്ലെങ്കിൽ അവസാനം ആ തൗഹീദ് ഒരു കാലത്ത് ഒരുത്തനും ബാക്കിയായി കിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ തന്നെ വേണം. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്നുകൊണ്ട് ഒരു ജാഹിലായാലും ഒരു ആലിമായാലും എന്തിനും കൊള്ളില്ലാത്ത തെമ്മാടി ആയാലും അവൻ്റെ കരാറ് പുതുക്കി കൊടുത്താൽ അവൻ മുഅ്മിനായി, അള്ളാഹിൻ്റെ അടുത്ത് മുഅ്മിനായി, അവനത് കൊണ്ട് പ്രവർത്തിച്ചാൽ. പക്ഷെ അങ്ങനത്തെ ഒരുത്തൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു സാധാരണ ഒലിക്കോ ഒരു വലിയ വിലായത്തുള്ളവനോ അത് കൊള്ളൂല, അതിൻ്റെ മുകളിൽ ഇതാ ഞാൻ ചെല്ലിക്കുമെന്ന് പറഞ്ഞാൽ അവനാണ് ഇവിടെ ഏറ്റവും വലിയ ശൈത്താൻ. കാരണം ഒരു കണ്ണുള്ള വ്യക്തി അതൊരു കാലത്തും ചെയ്യില്ല. കണ്ണില്ലാത്തത് ചെയ്യുകയാണെങ്കിൽ ആ സെക്കൻഡിൽ അവൻ്റെ കയ്യിലുള്ളതാണ് കൊടുക്കുന്നത്.